എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഹെയർ ഡൈ ഒക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു ജെല്ലി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല 100% റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാളധികം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഹെയർ ഡൈ ഒക്കെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ മുടിക്ക് നല്ല നിറവ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. വളർന്നു വരുന്ന മുടികളൊക്കെ നല്ല കട്ടക്കറുപ്പിൽ തന്നെ വളരുന്നതുമായിരിക്കും. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 സ്പൂൺ അളവ് കരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില 2 സ്പൂൺ അളവ് കരിഞ്ജീരകത്തിന് 1 പിടി അളവോളം കറിവേപ്പില മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഇത് തയ്യാറാക്കി വെക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കരിഞ്ജീരകവും കറിവേപ്പിലയുടെ അളവൊന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള കരിഞ്ജീരകമാണെങ്കിലും കറിവേപ്പിലയാണെങ്കിലും മുടിക്ക് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ്. മുടിക്ക് നല്ലപോലെ വളരുന്നതിനും അതുപോലെ നല്ല കറുപ്പ് കിട്ടുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ് കരിഞ്ജീരകവും കറിവേപ്പിലയും. അതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും നമുക്ക് ഇത് ഉപയോഗിച്ചതുകൊണ്ട് ഉണ്ടാകുന്നതല്ല. എല്ലാവരും പെട്ടെന്ന് മുടി കറക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന ഹെയർ ഡൈ ഒക്കെ വാങ്ങി തേക്കാറുണ്ട്. പക്ഷെ ആദ്യം നമുക്ക് നല്ല കറുപ്പായിരിക്കും മുടിക്ക് കിട്ടുക. പിന്നീട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതനുസരിച്ച് മുടിയുടെ നര കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിച്ചിരുന്നാൽ മതി. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ നിറമൊക്കെ മാറി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. കറിവേപ്പിലയൊക്കെ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു വരുന്ന ഒരു പരുവാണ് കേട്ടോ ഇതിന് കറക്റ്റ്. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തണുത്ത് വന്നതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിനകത്തേക്ക് മാറ്റി കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടുന്നതാണ് കേട്ടോ. കരിഞ്ജീരകമാണെങ്കിലും കറിവേപ്പിലയാണെങ്കിലും നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ കരിഞ്ജീരകം നല്ലപോലെ ഫ്രൈ ചെയ്ത് വരുമ്പം തന്നെ നല്ലൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ കിട്ടുന്നത്. കരിഞ്ജീരക എണ്ണയൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുവാണെങ്കിൽ അകാല നരയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലപോലെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോഴേ അറിയാം കരിഞ്ജീരകത്തിനകത്തുള്ള എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഒരു ജെല്ല് രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നേരത്തെ എടുത്തിട്ടുള്ള പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ നിങ്ങൾ വേറെ ഏതൊരു പാൻ എടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു ഭാഗം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പ് ചാട്ടി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 1.5 ഗ്ലാസ് അളവ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഞാൻ കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 പാക്കറ്റ് കോഫി പൗഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് കമ്പനിയുടെ കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. മസാലയൊന്നും ചേർക്കാത്ത കോഫി പൗഡർ എടുക്കണമെന്ന് മാത്രം. ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി ഇതൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്നും കൂടി ഇതൊന്ന് കുറുകി ഒരു 1/4 ഭാഗം ഒന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുതേ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരു 1/4 ഭാഗത്തോളം അളവ് വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനം ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന കറിവേപ്പിലയുടെയും കരിഞ്ജീരകത്തിൻ്റെയും കൂട്ടും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇത് പൊടിച്ചിട്ടിരിക്കുന്നത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പൊടിച്ചു വെക്കുന്നത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ചെറിയ കട്ടയായിട്ട് ഉണ്ടല്ലോ. അപ്പോൾ ആ കട്ടയൊക്കെ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് വേണം ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കെമിക്കലൊക്കെ ചേർത്തിട്ടുള്ള ഡൈ ഉപയോഗിച്ചവരാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും റിസൾട്ട് കിട്ടുന്നതാണ്. കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോൾ മുടിയുടെ കളറിൽ നല്ല വ്യത്യാസം തന്നെ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കരിഞ്ജീരകത്തിൻ്റെ ഓയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കൂട്ടാണ് കേട്ടോ ഇതും. ഒന്നും കൂടെ നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കാപ്പിപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ അപ്പോൾ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ കൈ ഒന്നും എടുക്കാതെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് വെള്ളം വറ്റി ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. സ്പൂണിൽ നിന്ന് ഇതുപോലെ വീഴുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. അപ്പം പാനിന് നല്ല ചൂടുണ്ടെങ്കിൽ ഒരു കുറച്ച് സമയം കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നല്ലപോലെ ഡ്രൈ ആയി പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് തണുത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ തണുത്തതിന് ശേഷം ഞാൻ ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നല്ല ഒരു കളറാണ് കേട്ടോ, നല്ല ബ്ലാക്ക് കളറിലാണ് ഈ ഒരു ജെല്ല് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, അരമണിക്കൂറും കൂടെ കഴിഞ്ഞപ്പോൾ നല്ലൊരു ജെല്ല് രൂപത്തിലായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഒന്ന്, നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് ഒരു സ്പൂൺ അളവെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വാസലിൻ എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മിക്സ് നിങ്ങൾക്ക് തലയുടെ നെറ്റി ഭാഗത്തൊക്കെ നരച്ച മുടി ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ മുടി നമുക്ക് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. വാസലിൻ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് തലയിൽ നിന്ന് ഒലിച്ചിറങ്ങുകയോ വെള്ളം വീണാലൊക്കെ ഒലിച്ചു പോവുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല, അവിടെ നല്ലപോലെ തന്നെ പിടിച്ചിരിക്കുന്നതായിരിക്കും. പെട്ടെന്ന് വെളിയിലോട്ടൊക്കെ പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഡൈ ചെയ്യാൻ സമയമൊന്നും കിട്ടിയില്ലെങ്കിൽ ഇത് തയ്യാറാക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നരയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്ത് പുറത്ത് പോകാവുന്നതാണ്. ഇനി അതുപോലെ അല്ല എങ്കിൽ ഇത് കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ നമുക്ക് നരയുള്ള ഭാഗങ്ങളിൽ തേച്ച് കൊടുക്കുക. അതിനുശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഹെന്ന തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഈ മിക്സ് കൂട്ടി വെച്ചിട്ട് ഹെന്ന തയ്യാറാക്കുകയാണെങ്കിൽ വേറെ യാതൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. കൂടുതൽ സമയം അത് വെച്ചിരിക്കേണ്ട ആവശ്യവുമില്ല, നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുകയും ചെയ്യുന്നതാണ് കേട്ടോ. ആവശ്യത്തിനുള്ള എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിരുന്നാൽ മതി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.